MISലെ പുതിയയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഇതിനാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗൂഗിൾ പേ വഴി നമ്മുടെ അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസാക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് നടത്തുന്നതാണ്. നമ്മൾ നോർമൽ ബേസ് ഒരു അക്കൗണ്ടിലോട്ട് നമ്മൾ പൈസയും കാര്യങ്ങളും അയക്കുകയാണെങ്കിൽ 50,000 രൂപ വരെ പറ്റത്തുള്ളൂ. നമുക്ക് 1 ലക്ഷം രൂപ വരെ എങ്ങനെയാണ് അക്കൗണ്ട് വഴി നമുക്ക് അയക്കുന്നതെന്ന് നോക്കിയാലോ. നേരെ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. കുറേ കാര്യങ്ങളും ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇൻ്റർഫേസും കാര്യങ്ങളാണ് വരുന്നത്. 4ാമത്തെ ഓപ്ഷനാണ് നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളും വരുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്കും കാര്യങ്ങളും ചെയ്യുക. 4ാമത്തേനകത്ത് ജസ്റ്റ് ക്ലിക്കും ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പരും അതുപോലെ തന്നെ IFSC കോഡുമാണ് ചോദിക്കുന്നത്. നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് IFSC കോഡും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വീണ്ടും ചിലപ്പോൾ റീഎൻട്രി വീണ്ടും ചോദിക്കുന്നതായിരിക്കും. ചിലറിനകത്ത് നെയിമും കാര്യങ്ങളും കാണില്ല. അപ്പം നെയിമും കാര്യങ്ങളും ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം കൺഫർമേഷൻ കൊടുക്കണം. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IFSC കോഡും കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏത് ബാങ്ക് അക്കൗണ്ടാണ് അതുപോലെ തന്നെ ഏത് ബ്രാഞ്ചാണെന്നുള്ള കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് IFSC കോഡും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും വന്നതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ടും കാര്യങ്ങളാണ് എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് എമൗണ്ടും കാര്യങ്ങളും കൊടുക്കാം. എത്ര രൂപയാണ് നമുക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളത്. അങ്ങനെ 60,000 രൂപ കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു ആരോ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേ എന്ന് പറഞ്ഞാൽ എമൗണ്ടും കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് പേയും കാര്യങ്ങളും അടിക്കുന്നതാണ്. നമ്മളത് കൊടുത്തതിന് ശേഷം നമ്മുടെ UPI പിന്നും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് UPI പിന്നും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നോക്കാം. അങ്ങനെ UPI പിന്നും കാര്യങ്ങൾ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്കിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും ട്രാൻസാക്ഷൻ ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു മെസ്സേജും കാര്യങ്ങളും ഏറ്റവും മുകളിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഷെയർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വൺ ടൈം നമുക്ക് 1 ലക്ഷം രൂപയാണ് ഒരു ദിവസം അയച്ചു കൊടുക്കാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ നമ്മുടെ ഗൂഗിൾ പേ വഴി നടക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. പൈസയും കാര്യങ്ങളും എങ്ങനെയാണ് അയക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വിശദമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലോ അതുപോലെ നമ്മുടെ ഇൻസ്റ്റയിലോ നമുക്ക് മെസ്സേജും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പം പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം നിധി. ബൈ.